തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ മറ്റൊരു പുതിയ കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിഷിദ്ധ ആചാരത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് അധർമ്മം ആചരിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റേതായ തിരിച്ചടികൾ ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നാം സാധാരണ പറയാറില്ലേ, എവരി ആക്ഷൻ ദെയർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാറില്ലേ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ദുഷ്കർമ്മങ്ങൾ, ആ ദുഷ്കർമ്മങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. ദുഷ്കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ദുഷ്ഫലമായിരിക്കും. സത്കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം സത്ഫലമായിരിക്കും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ കർമ്മ നിയമത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് തിരുമൂലദേവൻ. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്തോറും, നിഷിദ്ധാചാരങ്ങൾ ചെയ്യുന്തോറും ആ നിഷിദ്ധാചാരങ്ങളുടെ തിരിച്ചടികൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഈ കർമ്മത്തിൻ്റെ ഫലങ്ങൾ പോലും ഈ ജന്മത്തിലേക്ക് ബാക്കിയായി തീർന്നിരിക്കും. അപ്പോൾ നാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന വേദനകളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അതേപോലെ ദുരന്തങ്ങളോ പലപ്പോഴും കഴിഞ്ഞ ജന്മങ്ങളിലെ ദുഷ്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധാചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നതും നിഷിദ്ധാചാരങ്ങൾ അല്ലെങ്കിൽ നിഷിദ്ധ കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കാനാണ് തിരുമൂലദേവൻ പറയുന്നത്. അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുക. കാരണം എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട്, എല്ലാത്തിൻ്റെയും സാക്ഷിദേവനായിട്ട് ശിവൻ കുടികൊള്ളുന്നു, നമ്മിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്. നമ്മുടെ ജീവൻ്റെ ജീവനായ ശിവൻ, നമ്മുടെ പ്രാണൻ്റെ പ്രാണനായ ശിവൻ, നമ്മുടെ കണ്ണിൻ്റെ കണ്ണായ ശിവൻ, നമ്മുടെ ശബ്ദത്തിൻ്റെ ശബ്ദമായ ശിവൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങൾ അതിൻ്റേതായ രൂപത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നമുക്ക് നോക്കാം. കാണുകില്ലെന്നോർത്ത് കള്ളങ്ങൾ ചെയ്തിടുന്നോർ കാണുന്ന നേരം കണ്ണ് കാണാഞ്ഞൊരിടം ഉണ്ട്. ആരോ കണ്ണിന് കണ്ണായി നിന്ന് കാഴ്ചയെ കാണിപ്പോനെ കണ്ണിനുൾക്കണ്ണ് നേരം കള്ളമെങ്ങ് ഒഴിഞ്ഞു പോവും. അപ്പോൾ എല്ലാ കള്ളങ്ങളും, നാം ചെയ്യുന്ന നിഷിദ്ധാചാരങ്ങളും നിഷിദ്ധ കർമ്മങ്ങളും കാണാനൊരു കണ്ണുണ്ട്, കണ്ണിൻ്റെ കണ്ണായ ശിവൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണിൻ്റെ കണ്ണായി, നമ്മുടെ ചെവിയുടെ ചെവിയായി, നമ്മുടെ ഗന്ധത്തിൻ്റെ ഗന്ധമായി, നമ്മുടെ ത്വക്കിൻ്റെ ത്വക്കായി നിൽക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശിവശക്തി തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കർമ്മവും നിരന്തരം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. നോക്കൂ, കാണുകില്ലെന്നോർത്ത് കള്ളങ്ങൾ ചെയ്തിടുന്നവർ, മറ്റാരും കാണുകയില്ല എന്ന് കരുതി കള്ളങ്ങൾ ചെയ്യുന്നവർ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ കാണുന്ന നേരം കണ്ണ് കാണാനൊരിടമുണ്ടാമോ? കണ്ണ് കാണാത്ത ഒരിടവും ഈ ലോകത്തിലില്ല. എല്ലാ പ്രപഞ്ചത്തിലെ കാഴ്ചകളും കാണുന്ന ഒരു കണ്ണുണ്ട്, കണ്ണിൻ്റെ കണ്ണായ ശിവൻ. അപ്പോൾ മറ്റുള്ളവർ കാണില്ല എന്ന് കരുതി നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ കാണാൻ കണ്ണിൻ്റെ കണ്ണായ ശിവൻ ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു. ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശിവൻ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുക. മറ്റുള്ളവർ കാണില്ലെന്ന് കരുതി നാം ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മങ്ങൾ കാണാൻ കാഴ്ചയുള്ള
ഒരു കണ്ണ്, പ്രപഞ്ചത്തിൻ്റെ കണ്ണിൻ്റെ കണ്ണായ കണ്ണ് ശിവൻ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടേ നിൽക്കുന്നു. കണ്ണിന് കണ്ണായി നിന്ന് കാഴ്ചയെ കാണിപ്പോവൻ, കണ്ണിനുൾക്കാണും നേരം കള്ളമെങ്ങൊഴിഞ്ഞേ പോവും. ഈ കള്ളങ്ങളെല്ലാം കാണാൻ വേണ്ടി കണ്ണിൻ്റെ കണ്ണായ ശിവൻ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുക. നാം ഏത് ദുഷ്കർമ്മം ചെയ്താലും ആ ദുഷ്കർമ്മങ്ങളെല്ലാം കാണാൻ കണ്ണിൻ്റെ കണ്ണായ, പ്രപഞ്ചത്തിൻ്റെ കണ്ണായ ശിവൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ശിവൻ്റെ കണ്ണുകളെ വഞ്ചിക്കാൻ, ശിവൻ്റെ കണ്ണുകളെ മൂടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അപ്പോൾ ഏത് കർമ്മമാകട്ടെ, സത്കർമ്മമാകട്ടെ, ദുഷ്കർമ്മമാകട്ടെ, അതെല്ലാം ശിവൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയും, ഈശ്വരൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയും. ഇത് പ്രപഞ്ചത്തിൻ്റെ കണ്ണാണ്. അതാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ കണ്ണിൻ്റെ കണ്ണായ കണ്ണ് ഇതെല്ലാം കാണുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. നാം മറ്റാരും അറിയില്ലെന്ന് കരുതി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളോ നിഷിദ്ധാചാരങ്ങളോ കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും. അത് കാലത്തിൻ്റെ സാക്ഷിയായ പ്രപഞ്ചത്തിൻ്റെ കണ്ണിൻ്റെ കണ്ണായ ശിവൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ശിവൻ വസിക്കുന്നുണ്ട് താനും. ഇനി നോക്കൂ, മറ്റൊന്ന്, ഭക്തിയെ വിറ്റ് തിന്ന് പകലുകൾ കഴിച്ചിടും മുന്മത്തർക്കത്രേ ജന്മം ആവർത്തിച്ചിട്ടുണ്ടാകുന്നു. വിത്തിനെ ചുട്ടുനിന്ന് വിളനിലം തരിച്ചിടുന്ന വിത്തകർക്കത്രേ ജന്മം ആവർത്തിക്കുന്നു. അപ്പോൾ നാം പലപ്പോഴും പല ജന്മങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ജന്മം കഴിഞ്ഞ് പുനരഭിജന്മം, പുനരഭിമരണം എന്ന് പറയുന്ന പോലെ അനേകം ജന്മങ്ങൾ കഴിയുമ്പോൾ അനേകം വീണ്ടും പുനർജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ജനിമൃതി ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുന്നില്ല? കാരണം ഭക്തിയെ വിറ്റ് തിന്ന് പകലുകൾ കഴിച്ചിടുന്നു. നാം എങ്ങനെയുള്ളവരാണ്? ഭക്തിയെ കച്ചവടമാക്കിയവരാണ്. ഇത് എത്രയോ ആയിരത്താണ്ടുകൾക്ക് മുമ്പാണ് തിരുമൂലദേവൻ പറയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതിപ്രാചീന കാലത്തും ഭക്തിയെ കച്ചവടമാക്കി വിറ്റ് തിന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത് പുണ്യഭൂമിയാണെങ്കിലും ഈ പുണ്യഭൂമിയിലും കള്ളങ്ങളും ചതികളും അതേപോലെ വഞ്ചനകളും എല്ലാം തന്നെ അതിപ്രാചീന കാലത്തുമുണ്ടായിരുന്നു. ഭക്തിയെ വിറ്റ് കാശാക്കുന്ന ആൾക്കാർ അവർ ഉന്മത്തന്മാരാണ്. അവർ ഭ്രാന്തന്മാരായി ജീവിക്കുന്നു. എന്നിട്ടോ ജന്മം ആവർത്തിക്കുന്നു. വീണ്ടും ജന്മമൃതികളിൽപ്പെട്ട് അവർ ഉഴലുന്നു, അവർ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഭക്തിയെ ആരാണോ കച്ചവടമാക്കുന്നത്, ഭക്തിയെ ആരാണോ വിറ്റ് തിന്നുന്നത് അവർക്ക് തീർച്ചയായിട്ടും വീണ്ടും ജന്മങ്ങളുണ്ടായി ആ ജന്മങ്ങളിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നു. ഏതുപോലെ? വിത്തിനെ ചുട്ട് തിന്ന് വിളനിലം തരച്ചിടുന്നവനെ പോലെ. വിത്ത് എന്തിനുള്ളതാണ്? വിളനിലത്തിൽ വിതയ്ക്കാനുള്ളതാണ്. ആ വിളനിലത്തിൽ വിതയ്ക്കാനുള്ള വിത്തിനെ ചുട്ട് തിന്നുകയാണ് പലരും ചെയ്യുന്നത്. അവർക്ക് ജന്മം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ വിത്തിൻ്റെ ഉദ്ദേശം എന്താ? വിളനിലത്തിൽ വിതച്ച് അത് 100 മേനിയായി വിളഞ്ഞിട്ട് അത് സകലരും ഭക്ഷിക്കുക. ഇതാണ് വിത്തിൻ്റെ ലക്ഷ്യം. ആ വിത്തിൻ്റെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ആ വിത്തിനെ തനിക്കുണ്ണാനുള്ള വസ്തുവായിട്ട്, ആഹാരമായിട്ട് കരുതുന്നവർ അനേകം ജന്മങ്ങളിൽ ജനിച്ച് മരിച്ച് കഷ്ടപ്പെടുന്നു. അപ്പോൾ ശരിക്കും സത്കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നവർക്ക് ആ സത്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ആ സത്കർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക. വിത്തിൻ്റെ ലക്ഷ്യം വിളനിലത്ത് വിതയ്ക്കപ്പെട്ട് 100 മേനി വിളയുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ തകർത്തുകൊണ്ട് വിത്തിനെ ആരാണോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം വയറ് നിറയ്ക്കാൻ വേണ്ടി ആരാണോ
വച്ച് തിന്നുന്നത് അവർ തീർച്ചയായിട്ടും ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് അവർക്ക് ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കർമ്മനിയോഗങ്ങളുണ്ട്. ആ കർമ്മനിയോഗങ്ങളിൽ നിന്ന് തെറ്റായ കർമ്മങ്ങൾ, ചീത്ത കർമ്മങ്ങൾ, നിഷിദ്ധാചാരങ്ങൾ ചെയ്താൽ ജനന മരണങ്ങളിൽപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ദുഷ്ഫലത്തിൻ്റെ ഫലം കഴിഞ്ഞ ജന്മത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും നിഷിദ്ധാചാരങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇതെല്ലാം കാണാൻ പ്രപഞ്ചത്തിൻ്റെ കണ്ണിൻ്റെ കണ്ണായ ശിവൻ എപ്പോഴും എല്ലാം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കണം. നിഷിദ്ധാചാരങ്ങളും നിഷിദ്ധ കർമ്മങ്ങളും ഒരിക്കലും ചെയ്യരുത് എന്നാണ് തിരുമൂലദേവൻ നമ്മളെ ഇവിടെ വീണ്ടും ഉപദേശിക്കുന്നത്. അപ്പോൾ നേർവഴി, ശിവവഴി എന്ന് പറയുന്ന ആ വഴിയിലൂടെ മാത്രമേ നടക്കാവൂ. ഇവിടെ പ്രധാനമായിട്ടും തിരുമൂലദേവൻ പറയുന്നത് ശിവവഴിയിലൂടെ, സന്മാർഗത്തിലൂടെ മാത്രം നടക്കുക. ദുർമാർഗത്തിലൂടെ, ചീത്ത മാർഗത്തിലൂടെ ഒരിക്കലും സഞ്ചരിക്കരുത്. കർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ മറ്റ് മണ്ഡലങ്ങളിലായാലും എപ്പോഴും ശിവവഴി തിരഞ്ഞെടുക്കുക. ശിവവഴി എന്ന് വെച്ചാൽ സന്മാർഗമാണ്, സത്തായ മാർഗം. അസത്തിൻ്റെ മാർഗത്തിലൂടെ ഒരിക്കലും ചരിക്കരുത് എന്ന് പറയണം. യുഗങ്ങളായി എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന ആ സത്യവചനമാണിത്. എന്നിട്ടും നാം ഇത് കേൾക്കാതെ എന്തു ചെയ്യുന്നു? ഭക്തിയെ വിറ്റ് കാശാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വിത്തിനെ വിളനിലത്ത് വിതയ്ക്കാതെ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് വയറ് നിറയ്ക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ ദുരന്തത്തിന്, ദുഃഖത്തിന് എല്ലാം കാരണമെന്ന് തിരുമൂലദേവൻ പറയുകയാണ്. ഇനി നോക്കൂ, കായത്തിൽ കയം പോലെ ചേർന്ന് നിന്നിടുന്നോനെ, കായത്തിനുള്ളിലെ കമിഴ്ന്നിരിക്കുന്നവനെ ദേശങ്ങൾ തോറും ചെന്ന് കാണുവാൻ തിരിയുന്നോർ കായത്തിനുള്ളിൽ തൻ കരുത്തിനെ അറിയുന്നില്ല. കായത്തിൽ കയം പോലെ ചേർന്ന് നിന്നിടുന്നവൻ, കായത്തിൽ ശരീരത്തിൽ അതിൻ്റെ അംശം പോലെ തന്നെ ചേർന്നിരിക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ഈ കായത്തിൽ, ഈ ശരീരത്തിൽ ശിവൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ കായത്തിനുള്ളിൽ കമിഴ്ന്നിരിക്കുന്നവൻ, കായത്തിനുള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ഈ ജഡശരീരത്തിനുള്ളിൽ ജീവനായി തുടിച്ചു നിൽക്കുന്നത് ശിവനാണ്. ദേശങ്ങൾ തോറും ചെന്ന് കാണുവാൻ തിരിയുന്നോർ കായത്തിനുള്ളിൽ തൻ കരുത്തിനെ അറിയുന്നില്ല. പല ദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഈശ്വരനെ, ശിവനെ തേടി നടക്കുന്നവരുണ്ട്. ചിലർ പറയും വടക്കാണ് ശിവൻ കുടികൊള്ളുന്നത്, തെക്കാണ് ശിവൻ കുടികൊള്ളുന്നത്. അങ്ങനെ പല ദേശങ്ങൾ തോറും ഈശ്വരനെ തേടി നടക്കുന്നു. പക്ഷേ ഈശ്വരൻ എവിടെയാണ്? കായത്തിനുള്ളിൽ തൻ കരുത്തിനെ അറിയുന്നില്ല. കായത്തിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ശിവൻ കുടികൊള്ളുന്നത്. അപ്പോൾ ശൈവ സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് ഈശ്വരൻ പുറത്തല്ല, അകത്താണ്. ഈശ്വരൻ പുറത്തല്ല, അകത്താണ്. നമ്മുടെ കായത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ശിവൻ ഹൃദയവാസിയായി കഴിയുന്നു. ആ ഹൃദയവാസിയെ പുറത്ത് കാശിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ അങ്ങനെയൊക്കെയുള്ള ദൂര സ്ഥലങ്ങളിൽ ചെന്നല്ല തിരയേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാനെ തിരയുക. അങ്ങനെ ശിവൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന സത്യം തിരിച്ചറിയുക. അപ്പോൾ എന്നിലാണ് ശിവൻ കുടികൊള്ളുന്നത് എന്ന സത്യം തിരിച്ചറിയുക എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ദൈവത്തെ പുറത്തല്ല തേടേണ്ടത്, അകത്താണ്, എൻ്റെ ഹൃദയത്തിലാണ് തേടേണ്ടത്. ഹൃദയവാസിയായ ശിവനെയാണ് കണ്ടെത്തേണ്ടത്. ഇത് തന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത്.
യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞൊരു കൃതിയിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രന് കൊടുക്കുന്ന ഉപദേശം ഇതാണ്. ദേവപൂജോപാഖ്യാനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമുക്ക് അതിൽ ശ്രീ പരമേശ്വരൻ പറയുന്ന കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, പരമശിവൻ പറയുന്ന ഭാഗമാണിത്. സാക്ഷാൽ ഭഗവാൻ പറയുന്നു, ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ഞാനെന്ന ജീവബോധം ആനന്ദസത്യത്തിൻ്റെ സാരമാണ്. മറുകര കാണാനില്ലാത്ത ബോധാകാശത്തിൻ്റെ വിപുലമായ കേന്ദ്രസ്ഥാനമാണ് അത്. അവിടെ നിന്നതിന് അനന്തതയിലേക്ക് വികസിക്കാൻ കഴിയും. മുകളിലത്തെ പോലെ താഴേക്കും അതിരില്ലാതെ പരന്നു കിടക്കുന്ന ചിതാകാശത്തിൻ്റെ കേന്ദ്രമാണ് ജീവബോധം. അനന്ത ദിഗ്ഭാഗങ്ങൾ ആ കേന്ദ്രത്തിൻ്റെ അകത്തണ്ടുകൾ പോലെ വിലസുന്നു. നാനാതരത്തിലുള്ള മഹാലോകങ്ങളെല്ലാം ആ ജഗദീശ്വരൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ തന്നെ. സൂക്ഷ്മമായ അതിൻ്റെ ഹൃത്കോശത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ട മണ്ഡലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. മറുകര കാണാനില്ലാത്ത പ്രകാശപരമായ ആകാശം താഴെയും മുകളിലും 4 ദിക്കിലും അവാന്തര ദിക്കുകളിലുമൊക്കെ ഇടതടവില്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സത്യം. ബ്രഹ്മാവ്, ഇന്ദ്രൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ ബോധരൂപിയായ ദേവൻ്റെ ആ ഭൂഷണങ്ങൾ മാത്രം. ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആ ദേവൻ്റെ രോമക്കൂട്ടമാണെന്നും ചിന്തിച്ചോർമ്മിക്കണം. പലതരം കർമ്മപരിപാടികളോടെ ഇളകിമറിയുന്ന പ്രപഞ്ചയന്ത്രത്തിൻ്റെ നൂലുകളായ ഇച്ഛാശക്തി തുടങ്ങിയ ശക്തികളെല്ലാം ആ ദേവൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉള്ളവയാണെന്ന് ചിന്തിച്ച് ഉറപ്പിക്കണം. ഈ ദേവനാണ് സജ്ജനങ്ങളാൽ സദാ പൂജിക്കപ്പെടേണ്ട അങ്ങേയറ്റത്തെ ദേവൻ. ബോധമാത്രൻ, സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ, അനുഭവസ്വരൂപൻ, സകലത്തിനും ആശ്രയമായ സത്യം, അന്തമില്ലാത്തവൻ, ശുദ്ധമായ ഉണ്മ സ്വരൂപമായിട്ടുള്ളവൻ, തനിക്ക് ചലനമോ വികാരമോ സംഭവിക്കാതെ വിവർത്ത രൂപത്തിൽ ജഗത്തിനെ സൃഷ്ടിക്കുന്നവൻ. ഈ ജഗദീശ്വരൻ്റെ ദ്വാരപാലകനാണ് കാലം. എവിടെയും എന്തും നോക്കിക്കാണാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും മണത്തറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും സ്പർശിച്ചറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും രുചിച്ചറിയാൻ കഴിവുള്ളവൻ, അതുപോലെ എവിടെയും എന്തും കേട്ടറിയാൻ കഴിവുള്ളവൻ. ഈ ദേവൻ എവിടെയും എന്തും ചിന്തിച്ചറിയാനും കഴിയും. എന്നാൽ മറ്റുള്ളവർക്ക് ചിന്തിച്ചറിയാൻ മംഗളസ്വരൂപിയായ ആ സത്യം വേണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചറിഞ്ഞ് ഈ ദേവനെ വിധി പോലെ അർച്ചിക്കേണ്ടതാണ്. ബോധമായി അവനവൻ്റെ സ്വരൂപമായി വർത്തിക്കുന്ന ഈ ദേവനെ പുറമേ നിന്നുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടല്ല അർച്ചിക്കേണ്ടത്. അമൃതസ്വരൂപമായ ഒരേ ഒരു ജ്ഞാനം കൊണ്ട് വേണം ദേവനെ അർച്ചിക്കുവാൻ. അത് എവിടെയും എപ്പോഴും ക്ലേശം കൂടാതെ ലഭ്യമാണ്, ശീതളമാണ്, നിത്യമാണ്. ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ പൂജ. കണ്ടോ? അപ്പോൾ ജ്ഞാനം നേടുക, ഈ ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ ധ്യാനം. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ എന്ന് തിരിച്ചറിയുക. ഈ ജ്ഞാനം എൻ്റെ ഹൃദയവാസിയായ ശിവമാണ് എന്ന സത്യത്തെ തിരിച്ചറിയുക. ശിവം എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം മണക്കുന്നു, എല്ലാം രുചിക്കുന്നു, എല്ലാം തൊട്ടറിയുന്നു. ആ ശിവത്തെ സാക്ഷാത്കരിക്കാൻ ഈ ഭാഗം നമ്മെ സഹായിക്കുന്നു. ഉള്ളിലെ ശിവനെ കണ്ടെത്തുക, ഉള്ളിലെ എന്നെ, ഉള്ളിലെ ശിവൻ എന്ന എന്നെ, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശിവഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.